ഗ്രേറ്റർ ഇസ്രായേൽ യാഥാർത്ഥ്യമാക്കണമെന്ന് ഇസ്രായേലികളുടെ മാത്രം ആവശ്യമല്ല കേട്ടോ. അതിന്റെ ആവശ്യത്തിന്റെ പിന്നിൽ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണാധികാരികൾ എപ്പോഴും അതിന് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ നിന്നിട്ടുള്ളൂ. ഒരു ഗ്രേറ്റർ ഇസ്രായേലിലോട്ട് ഈ രാജ്യം അല്ലെങ്കിൽ ഈ ലോകം എത്തിക്കഴിഞ്ഞാൽ അത് ബൈബിളിൽ പറഞ്ഞതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുത്ത വാക്ക് അല്ലെങ്കിൽ ദൈവം തന്നിട്ടുള്ള പതിച്ചു തന്നിട്ടുള്ള സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ഇനിയൊരു ദൈവത്തിന്റെ മടങ്ങിവരവ്, അതായത് യേശുവിന്റെ മടങ്ങിവരവുള്ള സമയത്തേക്ക് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലികളുടെ ജൂതന്മാരുടെ ഏറ്റവും വലിയ എന്താ പറയുക അടങ്ങാത്ത ഒരു ആഗ്രഹം എന്ന് നമുക്ക് പറയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം ഈ പറഞ്ഞ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഗസ പിടിച്ചെടുത്തു, പലസ്തീൻ പിടിച്ചെടുത്തു, സിറിയ പിടിച്ചെടുക്കുന്നു, ലെബനോൻ പിടിച്ചെടുക്കുന്നു, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ യമൻ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അവസാനം അവരെത്താൻ പോകുന്നത് ഈ പറഞ്ഞ സൗദിയിലോട്ടും ഈജിപ്തിലോട്ടും മൊറോക്കോയിലോട്ടും മറ്റ് എല്ലാ സ്ഥലങ്ങളിലോട്ടും അവർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കും. ഒരു ഗ്രേറ്റർ ഇസ്രായേൽ അവർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അത് ബൈബിളിൽ പറഞ്ഞതായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ബൈബിളിക്കൽ ആയതുകൊണ്ട് തന്നെ ദൈവവചനമായതുകൊണ്ട് തന്നെ അതിന് ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കും ഈ പറഞ്ഞ എല്ലാ തെമ്മാടി കൂട്ടങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇന്ന് ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ നിന്ന് എല്ലാവരോടും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറാനിന് ഇന്ത്യക്കാരോട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലെ നോർവേ പോലത്തെ ഈജിപ്ത്, ഇറ്റലി പോലത്തെ പല രാജ്യങ്ങളിലത്തെ അംബാസിഡേഴ്സും അല്ലെങ്കിൽ അവിടുത്തെ വിദേശകാര്യ വക്താക്കളും അവിടെയുള്ള പൗരന്മാരോട് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ചർച്ചകൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും അമേരിക്ക എപ്പോൾ വേണമെങ്കിലും ഇറാനെ ആക്രമിക്കാം. അതിന്റെ പിന്നിൽ കളിക്കുന്നത് നെതന്യാഹു തന്നെയാണ്. അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രേറ്റർ ഇസ്രായേൽ തന്നെയാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പം വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളെ കാണാൻ ട്രൈ ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഇടുന്നതുകൊണ്ട് പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ യൂട്യൂബിൽ പറയുന്നതാണ് കേട്ടോ. അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് ചെയ്യേണ്ട, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫോളോ ചെയ്താൽ മതി. അത് ഫേസ്ബുക്ക് കാണുന്ന ആൾക്കാരോടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇസ്രായേലി US അംബാസിഡർ ആയിട്ടുള്ള മൈക്ക് ഹെക്കബി നമ്മുടെ ടെക്കർ കാൾസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ഏകദേശം 2-2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അതിൽ യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണോ ഇവരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് ഹെക്കബി വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയത്തെക്കുറിച്ചായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിൽ കംപ്ലീറ്റ് നടന്നിരുന്ന പരാമർശങ്ങൾ. ഇത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാൻ പോകുന്ന നയതന്ത്ര ഒലച്ചിലുകളെ പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുന്നുണ്ട്. അതായത് ടക്കർ കാൾസനുമായിട്ടുള്ള അഭിമുഖത്തിൽ ബൈബിൾ പ്രകാരം മിഡിൽ ഈസ്റ്റിലെ വിശാലമായ പ്രദേശം ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ്, ദൈവം അങ്ങോട്ട് കൊടുത്തതാണ്, ഇബ്രാഹാം സന്തതികൾക്ക് അല്ലെ ഇബ്രാഹിമിന്റെ മക്കൾ പരമ്പരകൾക്ക് കൊടുത്തതാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ സ്ഥലം അത് ജൂതന്മാർക്ക് മാത്രം അങ്ങ് അവകാശപ്പെട്ടതാണ് എന്നാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ഗ്രന്ഥങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ ഖുർആൻ എടുത്തു കഴിഞ്ഞാലും ബൈബിൾ എടുത്തു കഴിഞ്ഞാലും ഒക്കെ അതിൻ്റെ ഒരു തൗറ എടുത്തു കഴിഞ്ഞാലൊക്കെ ഒരു ഭാഗത്ത് ഇതൊക്കെ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു നമ്മുടെ ഈ കറണ്ട് വേൾഡിൽ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ദൈവം പണ്ട് എനിക്ക് പതിച്ചു തന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ വിശ്വാസികൾക്ക് പോലും ഇപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഈ ഒരു വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതായത് വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിനനുസരിച്ചിട്ടാണ്, അത് പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക റീകാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ അതൊരു തെറ്റല്ല, അതിന് നിയമസാധ്യത ഉണ്ട് എന്നാണ് മൈക്ക് ഹെക്കബി പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആശയം ബൈബിൾ പാഠങ്ങളിലെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭൂമി എന്ന നിലയിൽ ആധുനിക ജോർദാൻ, സിറിയ, ലബനൻ, സൗദി അറേബ്യയുടെ പല ഭാഗങ്ങൾ, ഇറാഖ് എന്നീ ഭാഗങ്ങൾ മൊത്തം ഇതിൻ്റെ അണ്ടറിൽ വരും. അത് മാത്രമല്ലാണ്ട് വെസ്റ്റ് ബാങ്ക്, ഗാസ തുടങ്ങിയ ഭാഗങ്ങൾ ഓൾറെഡി ഇസ്രായേൽ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് മൈക്ക് ഹെക്കബി ഇന്നലെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു പ്രോപ്പർ നമ്മളിപ്പം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈജിപ്തിൻ്റെ നൈൽ നദി മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് നദി വരെ ഇസ്രായേൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ മാപ്പുകൾ അവരെടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്വപ്നമല്ലെങ്കിലും പ്രത്യയശാസ്ത്രമായിട്ടാണ് ഇത് നമ്മളിപ്പം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അഗോറ നാണയവും അതായത് ആ പതാകയിൽ വരുന്നതാണ് 2 നീല വരകളുമാണ് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് ഈ ഒരു മാപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാഗിൽ കാണിക്കുന്നത്. ഈ വരകൾ 2 നദികളാണ്, അതായത് യൂഫ്രട്ടീസ് നദിയും മറ്റേ സൈഡിൽ നൈൽ നദിയുമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്ന മറ്റ് സൗദി അറേബ്യ, ഇറാഖ്, സിറിയ, ലബനൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ വലിയ വലിയ ഭാഗങ്ങൾ ചേർന്ന ഒരു ഗ്രേറ്റർ വിശാല ഇസ്രായേലാണ് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഇസ്രായേലിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു വികാസമുണ്ട്. അതായത് 1947
മുതൽ ഈ സമയത്ത് എങ്ങനെയാണോ ഇസ്രായേൽ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ, നമ്മളിങ്ങനെ നയതന്ത്രങ്ങളും അതും ഇതൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യുന്നുണ്ട്, അവരങ്ങോട്ട് ഇവരിങ്ങോട്ട്, പക്ഷേ ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ, ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള അൾട്ടിമേറ്റ് ഉദ്ദേശത്തിലുള്ള തുറന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം. നമ്മൾ അതിൻ്റെ ഒരു റൂട്ട് പറഞ്ഞു കേട്ടോ. ഇത് പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്, ഞാനും ഇതൊക്കെ പഠിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ ജനിച്ചപ്പോൾ അറിഞ്ഞുകൊണ്ട് വന്ന ആളൊന്നുമല്ല, ഞാനും പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. 1947-49 സമയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ വിഭജിക്കുകയാണല്ലോ, ഇസ്രായേലിനെ വിഭജിച്ചിട്ടാണ്. ഇസ്രായേലിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 14,100 ചതുരശ്ര കിലോമീറ്റർ മാത്രമായിട്ട്. അത് 1949 യുദ്ധത്തിന് ശേഷം അത് 20,770 ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് ഇസ്രായേൽ വർദ്ധിപ്പിച്ചു, അതായത് സ്ഥലങ്ങൾ കൂട്ടിയെടുത്തു. ഇനി 1967 6 ദിവസത്തെ യുദ്ധം അല്ലേ, 6 days വാർ ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേൽ സിയാസ് പെനിൻസുല, അതുപോലെ വെസ്റ്റ് ബാങ്ക്, ഗസ എന്നിവയുടെ നിയന്ത്രണം കംപ്ലീറ്റ്ലി ഇസ്രായേൽ പിടിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. അന്ന് മുതലാണോ പലസ്തീനികൾ സ്വന്തം രാജ്യത്തിനും സ്വന്തം സ്ഥലത്തിനും വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാലം മുതലേ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടി ഒരു ഇസ്രായേലിൻ്റെ ടോട്ടൽ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 88,000 ചതുരശ്ര കിലോമീറ്ററിലോട്ട് എത്തി. മറ്റ് 20,000 ഉള്ളത് 88,000 ചതുരശ്ര കിലോമീറ്ററിലോട്ടാണ് 1967 ഇവർ പിടിച്ചെടുത്തത്. മറ്റ് ഈ പലസ്തീൻ്റെ സൈഡിൽ നിന്ന് ഏകദേശം ഗസ, വെസ്റ്റ് ബാങ്ക് ഭാഗങ്ങൾ കംപ്ലീറ്റ് പിടിച്ചെടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സിറിയയിലുണ്ടായ അട്ടിമറി. ആ സമയത്ത് ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഗൊലാൻ കുന്നുകൾ മൊത്തത്തിൽ അങ്ങ് പിടിച്ചെടുത്തത്. അവരുടെ ഈ എന്താ പറയുക, ഗ്രേറ്റർ ഇസ്രായേലിലോട്ട് വരേണ്ട ഭാഗങ്ങൾ പല വീഴ്ചകൾ, നയതന്ത്ര വീഴ്ചകൾ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാക്കി. ഇറാഖിലും പലസ്തീനിലും ഈ പറഞ്ഞ ലിബിയയിലും മൊറോക്കോയിലും നിങ്ങളെടുത്ത സിറിയയിലും ഇവിടെയൊക്കെ നിങ്ങൾ കണ്ട ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആരാണ്? അതെല്ലാവർക്കും ഒരു അമേരിക്കയായിരിക്കും, അല്ലെങ്കിൽ ഇസ്രായേലായിരിക്കും. അതായത് അമേരിക്കനെ കൊണ്ട് ഇസ്രായേൽ കളിപ്പിക്കുന്നതായിരിക്കും. അമേരിക്കയിലെ പ്രസിഡന്റുമാർ എപ്പം വന്നു കഴിഞ്ഞാലും അവരെല്ലാം ഭയങ്കര വിശ്വാസികളായിരിക്കും. ബൈബിളിക്കലി സഞ്ചരിക്കുന്നതിൽ ബൈബിൾ എന്താണോ എഴുതിയത് അതനുസരിച്ചിട്ട് ഞങ്ങളാണ് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്, ലോക പോലീസ് ഞങ്ങളാണ്, ഇസ്രായേൽ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ ലോകം എന്താണോ ബൈബിളിൽ പറഞ്ഞ അതേ ലെവലിൽ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ള ചിന്തയോട് വരുന്ന ആ ഒരു വിശ്വാസം, തീവ്ര വിശ്വാസം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് എപ്പോഴും അമേരിക്കൻസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ വരെ കൂടെ കൂടുന്നത്. അങ്ങനെ ഓരോ സമയങ്ങളിൽ ഇസ്രായേൽ അവരുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് ഇത്രയും വലിയൊരു വിശാല ഇസ്രായേൽ ആക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പം ഇറാനെ പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇറാനിൻ്റെ അടുത്ത് അതുണ്ട്, ഞങ്ങൾ ഇടിക്കും എന്ന് പറഞ്ഞാൽ അതല്ല, ഞങ്ങൾക്ക് അവരെ ഇടിക്കണം, ഞങ്ങൾക്ക് അത് വേണം. അതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു സൈഡിൽ നടന്നുകൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറാനും അറബ് രാജ്യങ്ങൾ, നിങ്ങൾ അറബ് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പൈസ മാത്രമേ ഉള്ളൂ, സ്വന്തം സൈന്യമില്ല. ഈ സൈന്യം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം എന്നറിയാത്ത സൈന്യമാണ്. ഇനി ബാക്കിയുള്ള സൈനിക സപ്പോർട്ട് കൊടുക്കുന്ന അമേരിക്കയാണ്, ഏത് നേരത്തും പിൻവലിക്കാൻ പറ്റുന്ന സൈനിക സപ്പോർട്ട് കൊടുക്കുന്ന അമേരിക്കയാണ്. ഇവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മന്തിയും തിന്ന് ഐഫോണും വാങ്ങിച്ച് കുറേ പൈസയും കിട്ടി, അത് വെച്ചിട്ട് അവിടെ ചെന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രവാസികളായിട്ട് ചെന്ന ആൾക്കാരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ നയതന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഉരുണ്ടുകൂട്ടം അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളത് ബാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അന്നേരത്തെ വന്തിക്ക് വേണ്ടിയിട്ട് ഇവന്മാർ എന്ത് ചെയ്യും? അതാണ് അറബ് കൺട്രീസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പൈസ മാത്രമേ ഉള്ളൂ, 5 പൈസൻ്റെ ബുദ്ധി ഇവന്മാർക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൈക്ക് ഹക്കബി ഇങ്ങനത്തെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഇതിനെതിരെ പല അറബ് രാജ്യത്തെ പല നേതാക്കന്മാരും ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. സൗദിയും അല്ലെങ്കിൽ ഈജിപ്തും ഒക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആരും ഇത് മാറ്റി പറയാൻ പോകുന്നില്ല. അപ്പം ആരും വിമർശിച്ചിട്ട് എന്നും പലസ്തീൻ പിടിച്ചെടുക്കുന്ന ഗസനെ കണ്ടല്ലേ, പലസ്തീനും ഗസയും പിടിച്ചെടുക്കുന്ന ഇസ്രായേലിനെ കണ്ടിട്ട് എന്നും വിമർശിച്ചിട്ട് അങ്ങോട്ട് പോവാറേ ഉള്ളൂ. കുറച്ച് ഫുഡ് അവിടെ എത്തിച്ചു കൊടുക്കും ആ പാവപ്പെട്ടവർക്ക്. അല്ലാണ്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളും ഈ സ്ഥലങ്ങളിൽ ഇതുവരെ ഒരു ചെറു വിരലിന് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു ഒറ്റ അറബ് രാജ്യങ്ങൾക്കും. കാരണം ഈ രാജ്യങ്ങളെ വരെ പിടിച്ചടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇസ്രായേലും അമേരിക്ക. പിന്നെ ഇവന്മാർ എന്ത് പറഞ്ഞാലും അവന്മാർക്ക് എന്താ, ജസ്റ്റ് ഈ ചെവി കൂടെ അതിലൂടെ വിടുക, ഇത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. തുടക്കം മുതലേ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇറാൻ്റെ നേതാക്കൾ എപ്പോഴും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അറബ് രാജ്യങ്ങൾ ഒന്നിക്കണം. അറബ് രാജ്യങ്ങളോട് ഒന്നിക്കാൻ പലവട്ടം ആഹ്വാനം ചെയ്യാറുണ്ട്. കാരണം ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് അറിയാം, എന്താണോ ഒരു അൾട്ടിമേറ്റ് ഫ്യൂച്ചറിലോട്ട് വരാൻ പോകുന്ന കാര്യം, ഏത് രീതിയിലാണ് അമേരിക്കയും ഇസ്രായേലും കളിക്കുക എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇറാൻ എല്ലാ പ്രാവശ്യവും അറബ് രാജ്യങ്ങളോട് ഒരുമിച്ച് നിൽക്കണം എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഒരു ഐക്യവും ഇവന്മാർക്കിടയിലില്ല. ഇവന്മാർക്കിടയിൽ നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഷെയ്ഖുമാർ വന്ന് കെട്ടിപ്പിടിക്കണമെന്ന് മൂത്ത് ഉമ്മ കൊടുക്കണോ, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് യവന്മാരെ കൊണ്ട് ഒരു രീതിയിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തന്നെ പോകുന്നതും അങ്ങനെ തന്നെയാണ് വിശ്വാസികമായിട്ട് പോകേണ്ടതും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതും. അതാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടെടുക്കുന്നത്. അതേപോലെ തന്നെ തുർക്കിയുടെ നിലപാട്, തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാന്റെ പ്രസ്താവനയെക്കുറിച്ച് ഇസ്രായേലുമായിട്ടുള്ള രഹസ്യ വ്യാപാര ബന്ധങ്ങളൊക്കെ ഇഷ്ടം പോലെ സൈഡിൽ നടക്കുന്നുണ്ട്. അതും നമ്മൾ കാണുന്നതാണ്, അതും അവിടെ നടക്കുന്നുണ്ട്. പുറത്ത് കാണിക്കുന്നതല്ല, ഇവന്മാർ ഉള്ളിലൂടെ പല പരിപാടികളും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പം ഈ ഒരു പ്രസ്താവന, ഇപ്പോൾ US അംബാസിഡർ ഇത്തരത്തിലൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ
അത് അവരുടെ അൾട്ടിമേറ്റ് എയിം തന്നെയാണ്. അത് വെറുതെ പറഞ്ഞ് പോകുന്നൊരു കാര്യമല്ല, അതൊരു അൾട്ടിമേറ്റ് എയിം തന്നെയാണ്. ഇപ്പം ജോർദാനും കുവൈറ്റും ഒമാനും ഈ രാജ്യങ്ങൾ ഇതിനെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അത് പ്രതികരണം മാത്രമായിട്ട് തീരും. അതിൻ്റെ അപ്പുറത്തോട്ട് ഇവർ ഇപ്പം മൈക്ക് ഹക്കബി ഇത് മാറ്റി പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൽ ഇടപെട്ട് ഇല്ല അങ്ങനെയല്ല എന്ന് പറയാനോ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരമാർത്ഥം. അപ്പം ഒരു വശത്ത് ഇത്തരത്തിലുള്ള പല ഡിസ്കഷൻസും അല്ലെങ്കിൽ ഒരു ഭാവി ഒരു ലോങ് ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇന്ന് സിറിയയിലെ ഹസാക്ക പ്രവിശ്യയിലെ കാസ്റോക്ക് താവളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് US സൈന്യം ഇന്നലെ കംപ്ലീറ്റ്ലി പിന്മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹ്റൈനിലും അതുപോലെ ഖത്തറിലും സ്ഥലങ്ങളൊക്കെ പിന്മാറിയ ന്യൂസ് നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ സിറിയയുടെ ഭാഗത്തുനിന്നും അമേരിക്കൻ പട്ടാളക്കാരെ പിന്മാറ്റിയിട്ടുണ്ട്. അത് പേടികൊണ്ട് തന്നെയാണ് ഇസ്രായേൽ, അതായത് അമേരിക്ക ആക്രമിക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ സ്ഥലങ്ങൾ അടിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പട്ടാളം. കഴിഞ്ഞ സിറിയയിലെ ബാക്കിയുള്ള താവളത്തിൽ നിന്നും പിന്മാറ്റം 20 മുതൽ 30 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് സിറിയയുടെ പല ഭാഗങ്ങളിലുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ പിന്മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു മുൻകരുതലാണ്. അതായത് ഇറാഖ്, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ എല്ലാ സ്ഥലത്തിലുള്ള ആയിരക്കണക്കിന് സൈനികരാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പിന്മാറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സൈന്യം പല ഭാഗങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇറാനെ പേടിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഇറാൻ്റെ ആക്രമണം ഇവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ ഇന്നത്തെ ന്യൂസുകളായിട്ട് വന്നിട്ടുള്ളത്. പുതിയ ഏതെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.